മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഫോട്ടോ വിവാദത്തിൽ കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. പുലർച്ചെ പോലീസ് സംഘം വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. ഏറെ നാടകീയതകൾക്കൊടുവിലാണ് സുബ്രഹ്മണ്യനെ പോലീസ് വിട്ടയച്ചത്. സമൂഹമാധ്യമത്തിൽ ആദ്യം പങ്കുവച്ച ചിത്രം പിശക് തോന്നിയപ്പോൾ പിൻവലിച്ചെന്നായിരുന്നു സുബ്രഹ്മണ്യൻ പോലീസിനോട് പറഞ്ഞത്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ നടത്തിയ പ്രതികരണം. ഇതിനു പിന്നാലെ സംഭവം കൂടുതൽ കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീണുകിട്ടിയ അവസരമായി സുബ്രഹ്മണ്യനെതിരായ പോലീസ് നടപടിയെ ഇന്ന് കോൺഗ്രസ് മാറ്റിയത്. രാവിലെ 6 മണിയോടെയാണ് ചേവായൂർ പോലീസ് സംഘം സുബ്രഹ്മണ്യന്റെ വീട്ടിൽ പരിശോധന നടത്തിയ ശേഷം കസ്റ്റഡിയിലെടുക്കുന്നതിന് സമാനമെന്നോണം നടപടികൾ സ്വീകരിച്ചത്. ഇതിനിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിനിടെ സുബ്രഹ്മണ്യനെ പോലീസ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ DCC അധ്യക്ഷനടക്കമുള്ള പ്രവർത്തകർ ആശുപത്രിയിലേക്ക് എത്തി. 1 മണിക്കൂർ നീണ്ടുനിന്ന ആശുപത്രി പരിശോധനകൾക്ക് പിന്നാലെ സ്റ്റേഷനിലേക്ക് സുബ്രഹ്മണ്യനെ എത്തിച്ചപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. ഒടുവിൽ എൻ സുബ്രഹ്മണ്യന്റെ മൊഴി രേഖപ്പെടുത്തി പോലീസ് നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നു. പോലീസ് ആവശ്യപ്പെട്ടാൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാനും നിർദ്ദേശം നൽകി. സുബ്രഹ്മണ്യന്റെ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പോസ്റ്റിൽ അപ്ലോഡ് ചെയ്ത ദൃശ്യങ്ങൾ ഫോണിലുണ്ടെന്നാണ് പോലീസ് നിഗമനം. ആദ്യം ഒരു ഫോട്ടോ പങ്കുവെച്ചത് അപ്പം തന്നെ അതിനകത്ത് എന്തോ അപാകത ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്താണ്. ഡിലീറ്റ് ചെയ്തൊരു പടത്തെക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത്? അതില്ലല്ലോ, ഇത് പിൻവലിച്ചിട്ടില്ലല്ലോ, ഇപ്പോൾ വാളില്ല, അത് പിൻവലിക്കുകയില്ല, അത് വാളിലുണ്ട്. അതിന്റെ ഫോൺ അവർ വാങ്ങി വെച്ചിട്ടുണ്ട്. അതേസമയം സുബ്രഹ്മണ്യനെതിരായ പോലീസ് നീക്കത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ജനം, കോഴിക്കോട്.